ഹായ് ഫ്രണ്ട്സ്, പ്ലാൻ.1.5 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓണം പ്രമാണിച്ച് കുറച്ച് ഓഫറുകളും കാര്യങ്ങളും ഇട്ടിട്ട് ഇപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ ബൾക്കായിട്ട് പ്ലാൻസ് ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓർഡർ ചെയ്ത് എല്ലാവർക്കും തന്നെ നല്ല പ്ലാൻസുകൾ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും കിട്ടി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ കോമ്പോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കോമ്പോ നമ്മുടെ ഉണ്ടായിരുന്നു മണി പ്ലാൻസിൻ്റെ ഒരു 10 വെറൈറ്റിയുടെ ഒരു കോമ്പോ ആയിരുന്നു. പിന്നെ അതിനുശേഷം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസിൻ്റെ, അതായത് 9 പ്ലാന്റ് എടുക്കുമ്പോൾ 6 പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കോമ്പോ ആയിരുന്നു രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല മെച്യൂരിറ്റി എത്തി നല്ല വലിപ്പമുള്ള കുറച്ച് പ്ലാന്റ്സ്, അതായത് ഒരു 6 പ്ലാന്റ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള 6 പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 6 പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നു എന്നുള്ളതാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇത് ഓണം പ്രമാണിച്ചിട്ടുള്ള റേറ്റ് ആണ്. ഓണം വരെ നമുക്ക് ഈ ഓഫർ തുടരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് നമുക്കിത് ഓഫർ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഓഫറുകളും കാര്യങ്ങളും അറിയാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടുമിക്ക ആൾക്കാരും വീഡിയോസ് കാണുന്നത് റാൻഡമായിട്ടാണ് കാണുന്നത്, അതായത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ വരാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക, പിന്നെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തിടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഓഫറിനെ പറ്റി കിട്ടിയാലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും നല്ല ഏറ്റവും മികച്ച പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ വീഡിയോ വന്ന ഉടനെ തന്നെ ഓർഡർ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പ്ലാന്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 കോമ്പോസാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ബൈ 6 get 6 ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പോ. ഓക്കെ, അതിൻ്റെ പ്ലാൻസ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ സെനാഡുടെ ഗോൾഡൻ സെനാഡു, നിങ്ങൾ ഗ്രീൻ സെനാഡു കണ്ടിട്ടുണ്ടാവും, ഗോൾഡനും കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. പുതിയ പ്ലാന്റ് ഒന്നുമല്ല, അതിൻ്റെ ഗോൾഡൻ്റെ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം 2 തൊട്ട് 3 ഷൂട്ട്സ് വരെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ സെനാഡു എന്ന് പറഞ്ഞ പ്ലാന്റ്. നല്ല ഇൻഡോർ വെക്കാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുൽക്കുലാട്ട, അലോക്കേഷ്യ കുൽക്കുലാട്ട വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ ലീഫിൽ വരുന്ന വെരിഗേഷൻസ് കണ്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനിൻ്റെയും ഒരു ഷെയ്ഡ്സ് ആയിട്ട് നമ്മുടെ ഫിലോഡെൻഡ്രോൺ ബ്രസീൽ ഉണ്ടല്ലോ, അതേപോലെ ഒരു ഷെയ്ഡിലും അതേ ലീഫിൽ ഇതും വരുന്ന ഒരു ടൈപ്പ് അലോക്കേഷ്യ വെറൈറ്റിയാണ്. അതേപോലെ ഇത് ഇങ്ങനെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഫംബാക്കിയ ഇനത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഡൈഫംബാക്കിയ ഡിലിയ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. അത് ഫുള്ള് വൈറ്റിലേക്ക് വന്നിട്ട് നല്ല കട്ടിയുള്ള ലീഫും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഏറ്റവും ആദ്യത്തെ ഇല വരെ പൊഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈം എടുക്കും. ഭയങ്കര ടൈം എടുത്തിട്ടായിരിക്കും ഇത് പൊഴിഞ്ഞു പോവുക, യെല്ലോയിഷ് ആയിട്ട് പോകുന്നത് വരെ. നല്ല പ്ലാസ്റ്റിക് ലുക്കിൽ, നല്ല ഒന്നാന്തര പ്ലാസ്റ്റിക് ലുക്കിൽ ഇരിക്കുന്ന നല്ല ക്രിസ്പ് ആയിട്ടുള്ള വെറൈറ്റി. അതിൻ്റെ ഏകദേശം ഈ വലിപ്പമുള്ള ഒരു പ്ലാന്റ്, അതായത് ഈ വലിപ്പമുള്ള പ്ലാന്റ് നിങ്ങൾ ഏകദേശം ഒരു 600 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ സീഡ്ലിങ്സ് ഒക്കെ വരുന്നുണ്ട് ഒരു 150, 200, 300 റുപ്പീസിനൊക്കെ. പലരും പല സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള വലിയൊരു പ്ലാന്റ് ആണ്. കളർ വെരിഗേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, ഇതുണ്ടോ, ഇത്രയും നല്ല പ്ലാന്റ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഹോമലോണിമ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ്. ഇത് മെയിനായിട്ട് നമ്മളിതിപ്പോൾ പറയുന്നത് പ്ലാന്റ്സ് എല്ലാം തന്നെ ഫുൾ ഡാർക്കിൽ, ഏറ്റവും ഡാർക്കായിട്ടുള്ള പ്ലേസിൽ ഫുൾ ഇൻഡോറിൽ വെച്ചാലും യാതൊരു പ്രശ്നം വരാത്ത രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് കംപ്ലീറ്റ് നമ്മൾ പറയുന്നത്. ഇത് ഹോമലോണിമ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇത് ആന്തൂറിയം, മറ്റേ ചോക്ലേറ്റ് ആന്തൂറിയം എന്ന് പറഞ്ഞിട്ടൊരു അതുണ്ടല്ലോ, അതേപോലത്തെ ലീഫിൽ ഭയങ്കര ബ്രൗൺ കളർ വരുന്ന ഒരു വെറൈറ്റി ആണിത്. ഇതിൻ്റെ സ്മോൾ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. പക്ഷേ ഇതിങ്ങനെ എന്താ പറയുക, നല്ല ബുഷായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ട് നല്ല ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഗോൾഡൻ ഈ മഞ്ഞ കളർ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഹോമലോണിമ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ ബേർഡ്സ് നെസ്റ്റ് ഫേണിൻ്റെ കോബ്ര എന്ന് പറഞ്ഞ ഇനം. ഓക്കെ, കോബ്ര എന്ന് പറഞ്ഞ ഇനമാണ് അടുത്തത്. അതായത് ചുളുക്കോട് കൂടി ഈ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെയുള്ള, കണ്ടോ, ഇത് പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീല് കിട്ടുന്ന ടൈപ്പായിട്ടുള്ള അടിപൊളി ചെടിയാണ്. ഇതിൻ്റെ കോബ്രയുടെ റേറ്റ് നിങ്ങൾക്കറിയാം, അത്യാവശ്യം ഈ വലിപ്പമുള്ള, അതായത് ഏകദേശം ഒരു 6 ഇഞ്ചസോളം ഹൈറ്റ് വരുന്ന, 6 to 7 ഇഞ്ചസ് ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാം, ഏകദേശം 400 റുപ്പീസോളമാണ് മാർക്കറ്റിൽ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പീസ് ലില്ലി പ്ലാന്റ് ആണ്. നമ്മുടെ പീസ് ലില്ലി പ്ലാന്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫാമിൽ തന്നെ വളർത്തിയെടുത്ത പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്കപ്പോഴും നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൽ തന്നെ വളർത്തിയെടുത്ത പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഈ പൂനെയിൽ നിന്നും തായ്ലാൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ പ്ലാന്റ് ഇറക്കി കൊടുത്തുകൊണ്ട് ഒന്ന് എന്ന് വെച്ചാൽ ഒരു 10-15 ദിവസം കൊണ്ട് ഇത് വളർത്തി കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ആ ഒരു ക്വാളിറ്റിയും ഇതൊന്നും പിന്നെ നമുക്ക് കിട്ടില്ല, താഴോട്ടേക്ക് വന്നുകൊണ്ട് പോകും. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് അവർ ഗ്രോ ചെയ്യുന്നത് നല്ല ഗ്രീൻ ഹൗസിനകത്ത്, കൺട്രോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റിനകത്ത്
പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അബണ്ടൻ്റ് ആയിട്ട് വെള്ളം ഈ ഇതായിട്ട് എന്താ പറയുക, എല്ലാ വെള്ളം കൊടുക്കുന്ന സൈക്കിളിലും വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും വെള്ളമായിട്ടൊന്നും കൊടുക്കില്ല. എപ്പോഴും വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ മിക്സ് ചെയ്തല്ലാതെ കൊടുക്കുന്നില്ല. അപ്പോൾ അത് കുറേശ്ശെ ഡെയിലി എന്നുള്ള രീതിയിൽ അവർ ഡെയിലി 2 തവണ കൊടുക്കുന്നുണ്ട്, 2 തവണയും വളം കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരിക്കലും ഒരു വീട്ടിൽ വളർത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരാൾക്ക് സാധാരണക്കാരൻ അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ പ്ലാന്റ് ആദ്യം മേടിക്കുമ്പോൾ നല്ലതായിരുന്നു, പിന്നെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ഇതാണ് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ കേടായി പോകുന്നു. ഞാനൊരു കമൻറ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്ലോണിമ ഞാൻ മേടിച്ച് മടുത്തു, പിടിക്കുന്നുമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ കേടായി പോകുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ആ ഒരാൾ പറഞ്ഞ റിച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള വെറൈറ്റീസാണ് പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് പോകുന്നു അല്ലെങ്കിൽ ചീഞ്ഞ് പോകുന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡ് വെറൈറ്റീസ് മിക്കതൊക്കെ ചൈനയിൽ നിന്നും തായ്ലാൻഡിൽ നിന്ന് അവിടെ നിന്ന് വന്ന പ്ലാന്റ്സാണ്. അപ്പോൾ ആ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്വാറന്റൈൻ പോലും ചെയ്യാതെ അവിടെ നിന്ന് വന്ന പ്ലാന്റ് അതേപോലെ എടുത്ത് മാർക്കറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കീടബാധ മാറിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഫംഗലേ മാറിയിട്ടുണ്ടാവും. പിന്നെ ഈ ചൈനയിലും അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്ന വളങ്ങളും വെള്ളവും ഒക്കെ കൺട്രോൾഡ് ആയിട്ട് മാക്സിമം വളം കൊടുത്ത് ബൂസ്റ്റപ്പ് ചെയ്ത് നല്ല ഇങ്ങനെ ഗുണ്ടുമണികളാക്കി കൊണ്ടുവന്നുകൊണ്ടിരുന്ന പ്ലാന്റ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി സാധാരണ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ശരിയായിരുന്നില്ല. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ കാരണം. അപ്പം നമ്മുടെ കമൻറ്റ് ഇട്ട ആൾക്ക് തരുന്ന ഒരു മറുപടിയാണ്. ഓക്കെ, മറുപടിയായിട്ട് കൂട്ടിയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ പീസിലിയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ 1 മാസം കൂടി 1-2 മാസം കൂടി പോയി കഴിഞ്ഞാൽ ഇതിന് ഫ്ലവർ വരുന്നതായിരിക്കും. ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. അത്യാവശ്യം ബുഷിയാണ്. രണ്ട് പ്ലാന്റ് ചിലപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആയിരിക്കും, നല്ല ബുഷിയായിട്ട്, പക്ഷേ കുറേ ഇലകളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഇത് നമ്മുടെ കാലാവസ്ഥ തന്നെ വളർത്തിയതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുൾ റൂട്ടിങ്ങും ഉണ്ട്. നമുക്ക് കാണിച്ചു തരാം. നല്ല റൂട്ടോടുകൂടി ഫുള്ള് സെറ്റായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു പീസിലി എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റാണ്. അതായത് നമ്മുടെ ഗോൾഡൻ ബാമ്പു അല്ലെങ്കിൽ മിൽക്കി ബാമ്പു എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് നിങ്ങൾക്ക് സാധാരണ നഴ്സറികളിലൊക്കെ 1-2 അല്ലെങ്കിൽ ഒരു സ്റ്റെമ്മൊക്കെ വെച്ച് പിടിപ്പിച്ച പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും ബുഷൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ പൂനെക്കാരുടെ ഏകദേശം കോപ്പി ചെയ്യാനായിട്ടും പിന്നെ ആ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടി 4-5 സ്റ്റെമ്മ് ഒന്നിച്ച് വെച്ച് പിടിപ്പിച്ചേക്കുന്ന പ്ലാന്റ്സാണ്. പിന്നെ വെൽ റൂട്ടഡ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഒരു വൈറ്റ് കളറിലെ പോട്ടിൻ്റെ അകത്ത് വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ബുഷാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഇത് നിങ്ങൾക്ക് ഫുൾ ഇൻഡോറിൽ നല്ല ക്ലീൻ ആയിട്ട് ഫുൾ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ തന്നെ വെള്ള കുത്തോട് കൂടിയിട്ടുള്ള പച്ച കളർ ഫുൾ ഡാർക്കിൽ ലീഫിൽ കുറച്ച് ഫംഗിസൈഡിൻ്റെ സ്പ്രേ ചെയ്തതിൻ്റെയും ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള മാർക്കുകളുണ്ട്. ക്ഷമിക്കുക, വാഷ് ചെയ്തിട്ട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇത് വേണമെങ്കിൽ എനിക്ക് ഓയിലൊക്കെ പെരട്ടി ഇത്തിരി തിളക്കം കൂട്ടിയിട്ടൊക്കെ കാണിക്കായിരുന്നു, പക്ഷേ അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതേപോലെ ഇതിൻ്റെ തന്നെ പച്ച, ഓക്കെ, ഇതിൻ്റെ തന്നെ പച്ച വെറൈറ്റിയാണിത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇത് എന്താ വെച്ചാൽ ഫുൾ ഇരുട്ടത്ത് വേണമെങ്കിൽ ഫുൾ ഇരുട്ടത്ത് വയ്ക്കാം. അതായത് കംപ്ലീറ്റ് ഒട്ടും ലൈറ്റ് കിട്ടാത്ത ഇടത്ത് വേണമെങ്കിൽ നമുക്ക് ഈ 2 പ്ലാന്റ് വെക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റോണിയയുടെ ഒരു അത്യാവശ്യം നല്ല ബുഷിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഓക്കെ, ഫിറ്റോണിയ മിനി വൈറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാന്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റിന് വേണ്ടി നമ്മുടെ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഫിറ്റോണി ഇതേപോലെ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നും ചില ആൾക്കാർ മേടിച്ച് നശിഞ്ഞു പോയി കേടായി പോയി എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക വരവ് പ്ലാന്റ് ചകിരിച്ചോറിനകത്ത് മാത്രം വെച്ച് പിടിപ്പിച്ചേക്കുന്ന വരവ് പ്ലാന്റ്, അതായത് പൂനെയിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന പ്ലാന്റ് മേടിച്ച് വെച്ചിട്ട് കേടായി പോയി നശിഞ്ഞു പോയി ചീഞ്ഞു പോയി എന്നൊക്കെ പറയാറുണ്ട്. കാരണം അത് മെറ്റീരിയൽ ചകിരിച്ചോറായിരിക്കും. നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ അഗ്ലോണിമയ്ക്കും എല്ലാത്തിനും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കോമൺ ആയിട്ടുള്ള പോട്ടിംഗ് മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമ്മുടെ നാടൻ പ്ലാന്റ് എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ തന്നെ പിടിപ്പിച്ചെടുത്തേക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ്. പിന്നെ നമുക്ക് വരുന്ന ഫ്രീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രസീനയുടെ വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു ഡ്രസീനയുടെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിവി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഡ്രസീനയുടെ. ഇതൊരു 50% ഷെയ്ഡിനകത്ത്, അതായത് നല്ല വെയിലത്തല്ല, 50% 50% ഷെയ്ഡിനകത്ത് വളർത്താൻ പറ്റുന്ന നമ്മുടെ ബാൽക്കണി അതേപോലത്തെ പ്ലാന്റ്സ്. ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്, വെയിലത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെന്താ പറയുക ഒരു ഇത് കൊടുക്കാനായിട്ട് എന്താ പറയുക ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ എല്ലാം ഇതേപോലത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് പ്ലാന്റ് ഇല്ലെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ ഒരു ലീഫിൽ ഒരു എന്താ പറയുക ഒരു കമ്പാരിസൺ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ലീഫിലൊരു ഡിഫറൻസ് തോന്നാൻ വേണ്ടി വെക്കാവുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഡ്രസീന കിവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രസീനയുടെ 3 വെറൈറ്റി ഉണ്ട്, ഒരു ഫിറ്റോണിയ ഉണ്ട്. പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ക്രോട്ടൺ, അതായത് ആപ്പിളിൻ്റെ ഞെട്ട് പോലെ ഉള്ള ആപ്പിളിൻ്റെ ഷേപ്പ്, ആപ്പിളിൻ്റെ ഇതുപോലെ ഇലയുടെ ഷേപ്പ് വരുന്നത് ആപ്പിൾ ക്രോട്ടൺ. ഇത് പുതിയ ഗ്രോത്താണ്. കളർ കോമ്പിനേഷൻ കറക്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇത് യെല്ലോ ആണ്, ആപ്പിൾ ക്രോട്ടൻ്റെ യെല്ലോ. ഇത് പുതിയ ഗ്രോത്ത് വരുമ്പോൾ ഇതേപോലെ പച്ചയായിരിക്കും, പിന്നെ യെല്ലോ കയറിയാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആപ്പിൾ ക്രോട്ടൻ്റെ യെല്ലോ. ഇത് ഒന്ന്.
പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ആപ്പിൾ കോട്ടൻ്റെ റെഡ്. ഓക്കെ, ആപ്പിൾ കോട്ടൻ്റെ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി കണ്ടോ. മറ്റേതും ഇതും തമ്മിൽ വ്യത്യാസം, നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. മറ്റേതും യെല്ലോ ആയിരിക്കും, ഇത് ഇങ്ങനെ ബോർഡറിലൊക്കെ റെഡ് വന്ന് ബാക്കിലും റെഡിഷ് കൂടുതൽ വന്ന്. ഇത് പുതിയ ലീഫ് വരുന്നത് പച്ചയായിരിക്കും, പിന്നെ അത് ഈ ഒരു കളറിലേക്ക് ആയി വരുന്നതായിരിക്കും ഈ വലിപ്പമുള്ള ഒരു പ്ലാന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 6 പ്ലാന്റ് ഫ്രീ. ഓക്കെ, ഈ ഒരു 6 പ്ലാന്റ് മേടിക്കും, ഈ ഒരു 6 പ്ലാന്റ് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റിലേക്ക് കടക്കാം. അതായത് ഈ ഒരു കോംബോ, ഇങ്ങനെ ഒരു കോംബോ, അതായത് 12 പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നിങ്ങൾക്ക് വരുന്നത് 1250 രൂപ മാത്രമേ. അതിൻ്റെയും റേറ്റ് നോക്കുമ്പോൾ ഏകദേശം 1250 രൂപ, 1200, 1250 രൂപ ആണ് ഈ ഒരു 6 പ്ലാന്റ് ഇരിക്കുന്നത്. പക്ഷേ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും പ്ലാന്റ്സ്, ഈ ഒരു 6 പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കോംബോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം കോംബോ ആയിട്ട് അധികം ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, ഒരു 6-7 കോംബോസ് അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോണസ് കോംബോ ആയിട്ട് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലി നമ്മുടെ വീഡിയോ ഇത്രയും ആൾക്കാർ കാണുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, ഇതിനധികം ഓർഡർ വരുമെന്നുള്ള പ്രതീക്ഷയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഒരു 2-3 മിനിറ്റ് മാത്രമാണ് ആൾക്കാർ ഈ എൻ്റെ വീഡിയോസ് കാണുന്നത്. എന്നാൽ സ്കിപ്പടിച്ച് കുറേ വർത്തമാനം പറയുന്നതുകൊണ്ട്, ആവശ്യമുള്ളതൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് സ്കിപ്പടിച്ചാണ് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നത്. എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 കോംബോസ് ഇതൊരു ബോണസ് കോംബോ ആയിട്ട് കൂട്ടാം, വലിയ കാര്യമൊന്നുമില്ല. അതായത് ഹോയയുടെ സീഡ്ലിങ്സ് ആയിട്ടുള്ള ഏകദേശം ഈ വലിപ്പമൊക്കെയുള്ള സീഡ്ലിങ്സിൻ്റെ, അതായത് ഹോയ കെൻറ്റിയാന വെരിഗേറ്റഡിൻ്റെ സീഡ്ലിങ്. ഓക്കെ, പിന്നെ ഹോയ ആൽബ എന്ന് പറഞ്ഞിട്ടുള്ള ആൽബോ വെരിഗേറ്റ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി. പിന്നെ ഹോയ ഹിന്ദു റോപ്പിൻ്റെ ഈ വലിപ്പത്തിൽ വരുന്നൊരു സീഡ്ലിങ്. ഓക്കെ, ഈ വലിപ്പം വരും ഇങ്ങനൊരു കോംബോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു സീഡ്ലിങ്സ് കോംബോക്ക് റേറ്റ് വരുന്നത് 350 രൂപ പ്ലസ് കൊറിയർ ചാർജസാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓണം പ്രമാണിച്ച് നമ്മൾ തരുന്ന ഒരു ബോണസ് കോംബോ, അതായത് മറ്റേതിൻ്റെ അകത്ത് പെടുന്നതല്ല. കൊള്ളാം, എൻ്റെ കൊച്ചിൻ്റെ ടൈമിങ് നല്ല അടിപൊളി ടൈമിങ് എന്ന് പറഞ്ഞു കേട്ടു. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഈ ഒരു 3 കോംബോയുടെ ഈ 3 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് കൊടുക്കുന്നത് വെറും 350 രൂപ. അപ്പോൾ ഇത് വലിയ റേറ്റുള്ള പ്ലാന്റ്സാണ്. അതായത് നമ്മുടെ റേറ്റ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സിന്, അതായത് വലിയ ഹാങ്ങിങ് കോട്ടനകത്ത് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 രൂപ, സിംഗിൾ പ്ലാന്റിന് 350-400 രൂപയാണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ 3 വെറൈറ്റിയും കളക്ട് ചെയ്യാം വെറും 350 രൂപ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ അടുത്ത വീഡിയോ ഓണം പ്രമാണിച്ച് വരുന്നത് അടിപൊളി ആഗ്ലോണിമാസിൻ്റെ ഒരു കോംബോ ആണ്. അതും മെച്യൂർ പ്ലാന്റ്, സീഡ്ലിങ്സോ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒന്നുമല്ല, ആഗ്ലോണിമാസിൻ്റെ മെച്യൂർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കൂടെ കാണുന്നത് വരെ ബൈ, ഹാപ്പി ബൈ.